മുന്നണി മാറ്റം സംബന്ധിച്ചുയർന്ന വിവാദങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സുപ്രധാനമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരുകയാണ്. കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു. പക്ഷേ പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടെന്നും റോഷി തോൽവിയൊക്കെ ചർച്ച ചെയ്യും. അതിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യും. ഈ സഭയുടെ ഇടപെടൽ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. കേരള കോൺഗ്രസ് പാർട്ടി കമ്മിറ്റിയുള്ള പാർട്ടിയാണ്. പാർട്ടി കമ്മിറ്റികൾ പാർട്ടി ചർച്ച ചെയ്യും കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, അതെന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഞാൻ ഇട്ടിട്ടില്ല. പ്രമോദ് നാരായണൻ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, അതിപ്പോ എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമല്ലോ. അതിപ്പോ എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റുമോ? മുന്നണി മാറണമെന്നൊരു അഭിപ്രായമുണ്ടോ? അതൊക്കെ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഈ നിൽക്കുന്ന മുന്നണിയല്ലേ, അത് ചേർന്ന് പറഞ്ഞല്ലോ, LDF മുന്നണി തന്നെയാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം പൂർണ്ണ തൃപ്തിയുണ്ടോ? പിന്നെ അല്ല, യാതൊരു ഇടപെടലുമില്ല. പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം. ഇപ്പൊ LDFലാണ് നിൽക്കുന്നത്, LDF തന്നെ നിൽക്കുന്നു. അതൊന്നും അറിയത്തില്ല, അതറിയത്തില്ലല്ലോ. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇന്ന്. ഏത് വിഷയം? ഈ മുന്നണി മാറ്റവും അതൊന്നുമില്ല. നേരത്തെ ചങ്ങനാശ്ശേരി പിതാവ് ഇങ്ങനെ കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്നൊരു അഭിപ്രായമൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ, അതിപ്പം പറയുന്നില്ല. 1979 പാർട്ടി പൊളന്നപ്പം തൊട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. 79 പാർട്ടി പിളർന്നപ്പം തൊട്ടേ ഇങ്ങനെ പറഞ്ഞ് യോജിച്ചു, വീണ്ടും പിളർന്ന്, വീണ്ടും യോജിച്ചു, വീണ്ടും പോയി. അതിങ്ങനെ അതിന്റെ രീതിയിലൊക്കെ പോകുന്ന. കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഒരു ഭിന്നത ഉണ്ടെന്ന് വരുത്തിയിരിക്കാൻ ആരെങ്കിലും സൃഷ്ടിക്കുന്നതാണോ ഇപ്പോഴുള്ള ഈ പ്രചാരണങ്ങൾ? അത് മാധ്യമങ്ങളെ ഞങ്ങൾക്ക് സംശയം. മാധ്യമങ്ങളെയാണ് സംശയം. ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ തുടങ്ങാൻ പോവുകയാണ്. ഒരു തരത്തിലുള്ള മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കും പ്രസക്തിയില്ല. നിലപാട് എന്താണ് എന്നുള്ളത് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയത് ആണ് എന്നുള്ളതാണ് ജോബ് മൈക്കിൾ പറയുന്ന കാര്യം. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി അത് വളരെ നിർണായകം തന്നെയാണ്. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങ് മലപ്പുറത്ത് പാണക്കാട് പോയി PK കുഞ്ഞാലിക്കുട്ടിയെ നമ്മുടെ പാലാ MLA ആയ മാണി സി കാപ്പൻ കണ്ടത്. അങ്ങനെ ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ, അഭ്യൂഹങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തിന് മാണി സി കാപ്പന്റെ പ്രതികരണങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണണമെന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി വളരെ നിർണായകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒരു വിഭാഗം നേതാക്കൾക്ക് മുന്നണി മാറിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വരുമോ, ചർച്ചയാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രദീപ്, 4 മണി വരെയുണ്ട് നിർണായകമായ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി. മുന്നണി മാറ്റത്തിൽ എന്തെങ്കിലും അത്ഭുതകരമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്നത്. അതിന്നുണ്ടാകാനുള്ള സാധ്യത കുറവല്ലേ? മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. അതേസമയം അങ്ങേയറ്റം നിർണായകമായ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം സൃഷ്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയാണ് മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ആർക്കെങ്കിലും ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ചർച്ച ചെയ്യാം, അതല്ലെങ്കിൽ ഇക്കാര്യം അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ മാധ്യമ സൃഷ്ടിയാണ് എന്നോ UDFന്റെ ഒരു സൃഷ്ടിയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചെയർമാന് അക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിക്ക് തീരുമാനിക്കാം. അതുമല്ലെങ്കിൽ ഈ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുകയോ മറ്റോ ആവാം. ഇതിൽ എന്തിലെങ്കിലും ഒന്നിനാണ് സാധ്യത. അതേസമയം ഇന്ന് ചേരുന്ന യോഗത്തിൽ ഈ മുന്നണി മാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇടയില്ല എന്ന് തന്നെയാണ് സൂചന. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ചർച്ച പോലും കേരള കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സൂചനകൾ ലഭിക്കുന്നത്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ LDF കേരള കോൺഗ്രസ് ചോദിച്ച സീറ്റുകൾ അത്രയും നൽകി. അവരുടെ കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റാണ് ജോസ് കെ മാണിക്ക് കൈമാറിയത്. പാർട്ടിക്ക് എല്ലാ പരിഗണനയും നൽകി. കൃത്യമായ ഒരു കാരണമില്ലാതെ എന്തിന് മുന്നണി മാറുന്നു എന്നുള്ള ചോദ്യമാണ് കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ ഒരു വിഭാഗം വലിയ തോതിലുള്ള ആളുകൾ ഉയർത്തുന്നത്. കാരണം അങ്ങനെ കാരണമില്ലാതെ മുന്നണി മാറിയാൽ അക്കാര്യം വോട്ടർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രങ്ങൾ ശേഷിക്കെ, 2-3 മാസം ശേഷിക്കെ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാവില്ല. അതിൻ്റെ പരിണതഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ ഇടയില്ല എന്ന് തന്നെയാണ് സൂചനകൾ. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സമിതിയെ നിയോഗിക്കുകയോ മറ്റാവാം. മാത്രമല്ല
റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒക്കെ മുന്നണി മാറ്റം എന്നുള്ള കാര്യം പോലും പറയേണ്ടതില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുന്നവരാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പലരും അതേ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ വിളിക്കാൻ വേണ്ടി UDFന്റെ ഒരു തന്ത്രം മാത്രമാണ് ഇത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇന്നത്തെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ചർച്ച ചെയ്താൽ തന്നെ മറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതുമില്ല. അല്പസമയത്തിനകം തന്നെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എത്തിച്ചേരും. ഏതാണ്ട് 11:30 മണിയോടുകൂടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങുകയും ചെയ്യും. അതേസമയം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് കേവലം ഒരു വെളിപ്പാടകലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ആളുകൾക്കുള്ള സ്വീകരണം നൽകുന്നുണ്ട്. തുടർന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതൃയോഗം ചേരുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ജോസഫ് വിഭാഗത്തിലെ ഭൂരിപക്ഷം നേതാക്കളും ഉള്ളത്. മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങനെ UDFിലേക്ക് എടുക്കണമെങ്കിൽ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടും. ജോസഫ് ഗ്രൂപ്പോ അല്ലെങ്കിൽ കോൺഗ്രസോ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ പാല വിട്ടൊരു കളിക്കില്ല എന്നുള്ളത് മാണി സി കാപ്പൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ അവിടെ പോയി ലീഗ് നേതാക്കളെ കാണുന്നു. ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ലീഗാണെന്ന് കേട്ടതിനു ശേഷം ലീഗ് നേതാക്കളെ അവിടെ പോയി കാണുന്നു, ഉറപ്പ് വാങ്ങുന്നു. UDF നേതാക്കളോട് വേണമെങ്കിൽ സംസാരിക്കുമെന്ന് പറയുന്നു. പാല എൻ്റെ കൈവെള്ളയിലാണ്, പാലാക്കാർക്ക് എന്നെ വേണം, എനിക്ക് പാലായം വേണം, അത് വിട്ടൊരു കളിയുമില്ല എന്ന് മാണി സി കാപ്പൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെ, പാലാ സീറ്റ് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുന്നു. കൂടാതെ മുൻപ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ 12 നിയമസഭാ സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. ആ പാർട്ടി മുന്നണി വിടുകയാണെങ്കിൽ സീറ്റുകൾ കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിപുലമായ ചർച്ചകൾ വേണ്ടിവരും. സമയപരിമിതി എന്ന് പറയുന്ന ഒന്നുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2-3 മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിലൊക്കെ ഉപരിയായി എന്ത് കാരണം പറഞ്ഞുകൊണ്ട് മുന്നണി വിടും എന്നുള്ള ചോദ്യമാണ് കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ പല ആളുകളും ഉയർത്തുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രീയമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ സീറ്റ് ചർച്ചയിൽ ആവശ്യപ്പെട്ട ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ നിഷേധിക്കുകയാണെങ്കിൽ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു മുന്നണി മാറ്റം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഇവിടെ അതൊന്നുമില്ലാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMന് അല്ലെങ്കിൽ ഇടത് മുന്നണിക്ക് തളർച്ച നേരിട്ടു. UDFനെ അപേക്ഷിച്ച് തളർച്ച നേരിട്ടു. അതുകൊണ്ട് തന്നെ നിയമസഭയിലും പരാജയം ഉണ്ടായേക്കാം എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുന്നണി മാറുന്നത് മടങ്ങി വരാം. ഇപ്പോൾ ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ആലോചനയുണ്ടെങ്കിലും ഇടതിൽ തുടരുമെന്ന നിലപാട്, അടിയുറച്ച നിലപാടെടുത്തിരിക്കുന്ന 2 പേരാണ്. ഒന്ന് റോഷി അഗസ്റ്റിൻ, മറ്റൊന്ന് പ്രമോദ് നാരായണൻ. ഇവർ 2 പേരും ഇതിന്റെ ഒരു ചർച്ചകൾ, അഭ്യൂഹങ്ങൾ കേട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ഇടതിൽ തുടരും 3.0 എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിലപാടും വ്യക്തമാക്കിയതാണ്. ഇന്നതാ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുൻപ് റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ ചർച്ചകളെല്ലാം വൃഥ ആണ് എന്നുള്ളതാണ് റോഷി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട്, LDFന്റെ ജാതിയെക്കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട് എന്നല്ലേ തോന്നിയിരിക്കുന്നു. അല്ല, മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ വിഷയത്തിൽ ചെയർമാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പം മുഖ്യമന്ത്രി മജിസ്ട്രേറ്റുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തവരല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുന്നണി മാറ്റമില്ല. അത് എന്തിനായിട്ട് എന്തോ നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലാകുന്നില്ലല്ലോ. പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അഭിപ്രായങ്ങളല്ലേ, തീരുമാനമല്ലേ അറിയേണ്ടത്. ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിലുണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ സമീപനങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക്. അത് പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സമിട്ടതെന്ന് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ശരി. ഇപ്പോഴും ഇല്ല, ചർച്ചകളെല്ലാം അഭ്യൂഹം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ജോസ് കെ മാണി വിഭാഗത്തിലെ നേതാക്കളെല്ലാം ഉള്ളത്. അഥവാ മറ്റൊരു ചർച്ചകൾ നടന്നാൽ തൊടുപുഴ സീറ്റ് വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സാധ്യത അറിയില്ല.